ഇൻഫോമീഡിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. നമസ്കാരം. രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് വർഷം തോറും 6000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നാണ് PM കിസാൻ സമ്മാൻ നിധി യോജന. എന്നാൽ ഇന്നും നിരവധി ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. PM കിസാൻ പദ്ധതിക്ക് എങ്ങനെ അപേക്ഷിക്കാം? ആരൊക്കെയാണ് അർഹർ? എന്തെല്ലാം രേഖകൾ വേണം? എനിക്ക് ഭൂമിയുണ്ട്, പക്ഷെ കൃഷി ചെയ്യുന്നില്ല, എനിക്ക് കിട്ടുമോ? എന്റെ അപേക്ഷ എന്തുകൊണ്ട് നിരസിക്കപ്പെട്ടു? ഇത്തരം എല്ലാ സംശയങ്ങൾക്കും വ്യക്തമായ മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനാൽ വീഡിയോ അവസാനം വരെ കാണുക. PM കിസാൻ പദ്ധതി എന്താണെന്ന് നോക്കാം. 2019 കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു സാമ്പത്തിക സഹായ പദ്ധതിയാണ് PM കിസാൻ അഥവാ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന. ഈ പദ്ധതിയിലൂടെ അർഹരായ കർഷകർക്ക് വർഷത്തിൽ 6000 രൂപ ലഭിക്കും. ഈ തുക ഒരുമിച്ച് ലഭിക്കില്ല, 3 ഗഡുക്കളായിട്ടായിരിക്കും ലഭിക്കുക. ഓരോ 4 മാസത്തിലും 2000 രൂപ വീതമാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തുക. DBT സംവിധാനത്തിലൂടെയാണ് പണം കൈമാറുന്നത്, അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം. ഇതിൽ ഇടനിലക്കാർ ഇല്ല. അതുപോലെ തന്നെ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം എത്തുക. ഇതിൽ അർഹരാരൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതാണ് എല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട സംശയമുള്ള ഭാഗം. PM കിസാൻ പദ്ധതിക്ക് അപേക്ഷിക്കാൻ പ്രധാനമായും അപേക്ഷകന്റെ പേരിൽ കൃഷിഭൂമി ഉണ്ടായിരിക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖ സർക്കാർ രേഖകളിൽ ഉണ്ടായിരിക്കണം. അതുപോലെ കൃഷിയോഗ്യമായ ഭൂമി അപേക്ഷകന്റെ പേരിലോ കുടുംബത്തിന്റെ പേരിലോ രജിസ്റ്റർ ചെയ്തിരിക്കണം. ചെറുകിട കർഷകർ മാത്രമല്ല, വലിയ ഭൂ ഉടമകളായ കർഷകർക്കും പദ്ധതിയിൽ അർഹത ലഭിക്കാം. ഭൂമിയുടെ വിസ്തീർണം മാത്രം നോക്കിയല്ല ഇപ്പോൾ അർഹത നിശ്ചയിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനമായും ഭൂമിയുടെ ഉടമസ്ഥാവകാശവും മറ്റ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളും പരിശോധിച്ചാണ് അർഹത തീരുമാനിക്കുന്നത്. ഇനി അർഹത ഇല്ലാത്തവർ ആരെല്ലാം എന്ന് നോക്കാം. ഇതാണ് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ. അതിൽ അർഹതയില്ലാത്തവർ നോക്കാം. കേന്ദ്ര സർക്കാർ ജീവനക്കാർ, സംസ്ഥാന സർക്കാർ ജീവനക്കാർ, അതുപോലെ പെൻഷൻ വാങ്ങുന്ന ചില ഉയർന്ന വിഭാഗക്കാർ, വരുമാന നികുതി അടയ്ക്കുന്നവർ, ഇൻകം ടാക്സ് പോലുള്ള, അതുപോലെ ഡോക്ടർമാര്, എഞ്ചിനീയർമാർ, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ, അഭിഭാഷകർ, മുൻ മന്ത്രിമാർ, നിലവിലെ മന്ത്രിമാർ, MP, അതുപോലെ MLA മാർ, ഭരണഘടനാ പദവികൾ വഹിച്ചവർ, സ്ഥാപനങ്ങളുടെ പേരുള്ള കൃഷിഭൂമികൾ, ഇങ്ങനെയുള്ളവർക്കൊന്നും ഇതിൽ അർഹതയില്ലാത്തവരാണ്. അതുപോലെ ഇനി അപേക്ഷിക്കാൻ വേണ്ട രേഖകൾ എന്തെല്ലാം എന്ന് പറയാം. ഇപ്പോൾ അപേക്ഷിക്കണമെങ്കിൽ ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, മൊബൈൽ നമ്പർ, ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖ, ആധാറുമായി ബന്ധിപ്പിച്ച അക്കൗണ്ട്, അതുപോലെ മൊബൈൽ നമ്പർ പ്രധാനമായും ആധാറുമായി ലിങ്കഡ് ആയിരിക്കണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ ആവശ്യമാണ്. അതുപോലെ പാൻ കാർഡ് കയ്യിൽ സൂക്ഷിച്ചാൽ ഒരു പക്ഷേ ചോദിക്കുകയാണെങ്കിൽ അത് ആവശ്യം വരുന്നതായിരിക്കും. ഇവയാണ് ആവശ്യമായ രേഖകൾ. ഇനി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മൊബൈൽ ഫോണിൽ തന്നെ അപേക്ഷിക്കാവുന്നതേ ഉള്ളൂ. വീട്ടിലിരുന്ന് ഓൺലൈനായി അപേക്ഷിക്കാം. അതിൽ ആദ്യം പ്രധാനമായും PM കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റ് പോർട്ടൽ തുറക്കുക, ഓപ്പൺ ചെയ്യുക. അതിൽ ന്യൂ ഫാർമർ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ശേഷം ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, സംസ്ഥാനം, ക്യാപ്ച കോഡ്, OTP വെരിഫിക്കേഷൻ എന്നിവ നൽകിയതിനു ശേഷം വ്യക്തിഗത വിവരങ്ങൾ, വിലാസം, ഭൂമിയുടെ വിവരങ്ങൾ, ബാങ്ക് വിവരങ്ങൾ എല്ലാം കൃത്യമായി നൽകുക. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ അപേക്ഷ നിരസിക്കപ്പെടാം. അതിനാൽ രേഖകൾ നോക്കി മാത്രം വിവരങ്ങൾ നൽകുക. ഒരുപക്ഷെ നിങ്ങൾക്ക് മൊബൈലിലോ വീട്ടിലിരുന്ന് അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ CSC സെന്റർ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. സ്വയം അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് CSC സെന്റർ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. CSC ഓപ്പറേറ്റർ വിവരങ്ങൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്ത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി തരും. അപേക്ഷിച്ചാൽ ഉടനെ പണം കിട്ടുമോ എന്നുള്ള ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ്. അതിന് ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. അപേക്ഷിച്ച ശേഷം ഘട്ടങ്ങളുണ്ട്, ഒരുപാട് വിവിധ ഘട്ടങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് ആധാർ പരിശോധന, ഭൂമി പരിശോധന, ബാങ്ക് പരിശോധന, സംസ്ഥാന സർക്കാരിന്റെ ഒരു പരിശോധന, അത് കഴിഞ്ഞ ശേഷം കേന്ദ്ര സർക്കാർ അത് അംഗീകരിക്കണം. ഇതെല്ലാം പൂർത്തിയായ ശേഷം ഗുണഭോക്തൃ പട്ടികയിൽ പേര് ഉൾപ്പെടും. ഇനി അതിൽ പ്രധാനമായിട്ട് EKYC ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ EKYC എന്ന് പറയുമ്പോൾ EKYC നിങ്ങൾ ഒരു പക്ഷേ പൂർത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഗഡുക്കൾ തടയപ്പെടും. OTP ഉപയോഗിച്ചോ, ബയോമെട്രിക് ഉപയോഗിച്ചോ, ഫേസ് ഓതന്റിക്കേഷൻ ഉപയോഗിച്ചോ നിങ്ങൾക്ക് EKYC ചെയ്യാവുന്നതാണ്.
പലർക്കും പണം ലഭിക്കാത്തതിന്റെ പ്രധാന കാരണം KYC പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ള കാരണം. അതുപോലെ രണ്ടാമത്തെ കാരണമാണ് ആധാർ ബാങ്ക് ലിങ്ക് ചെയ്തിട്ടില്ല എന്നുള്ളത്. മൂന്നാമത്തെ കാര്യമാണ് ഭൂമി രേഖകൾ പിശകുണ്ടെങ്കിൽ. നാലാമത്തെ കാര്യം പേര് വ്യത്യാസം, അതായത് ഡോക്യുമെന്റ് ആയിട്ടും അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളുമായിട്ടും പേര് വ്യത്യാസമുണ്ടെങ്കിൽ ലഭിക്കില്ല. അതുപോലെ ബാങ്ക് അക്കൗണ്ടിലെ പ്രശ്നങ്ങൾ, അതുപോലെ ഡബിൾ രജിസ്ട്രേഷൻ, വീട്ടിൽ രണ്ടുപേർക്കും രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഇരട്ട രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അത് റിജക്റ്റ് ആവും. ഏഴാമത്തെ കാര്യമാണ് കുടുംബത്തിലെ ഒന്നിലധികം അംഗങ്ങൾ ആനുകൂല്യമാകുന്നത്. ഇത് തന്നെയാണ് ഇരട്ട രജിസ്ട്രേഷനായി വരുന്നത്. ഇനി നിങ്ങൾക്ക് PM കിസാൻ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോർട്ടലിൽ പ്രവേശിച്ച് നിങ്ങൾക്ക് അതിന്റെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കും. നോ യുവർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. രജിസ്ട്രേഷൻ നമ്പറോ മൊബൈൽ നമ്പറോ നൽകി നിങ്ങൾക്ക് തുടർന്ന് അപേക്ഷയുടെ നിലവിലെ അവസ്ഥ കാണാൻ സാധിക്കും. ഗഡു ലഭിച്ചോ എന്നറിയാം. ബെനിഫിഷ്യറി സ്റ്റാറ്റസ് വിഭാഗത്തിൽ പ്രവേശിക്കുക. അതുപോലെ അവിടെ ലഭിച്ച എല്ലാ ഗഡുക്കളുടെയും വിവരങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏത് ഗഡു ലഭിച്ചു, ഏതാ തീയതിയിൽ ലഭിച്ചു, ഏത് ബാങ്കിലേക്ക് ലഭിച്ചു, എല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും. കുടുംബത്തിലെ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് ലഭിക്കുമോ എന്നുള്ള ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. സാധാരണ ഒരേ കുടുംബത്തിൽ ഒരാൾക്കാണ് ഈ ആനുകൂല്യം വരിക. ഒന്നിലധികം പേര് ആനുകൂല്യം വാങ്ങുന്ന കേസുകളിൽ ഇപ്പോൾ പരിശോധനയിലാണ്. പുതിയതായി ഭൂമി വാങ്ങിയവർക്ക് കിട്ടുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ചില കേസുകളിൽ ഭൂമി സ്വന്തമാക്കിയ തീയതി ഉൾപ്പെടെ സർക്കാർ പരിശോധിക്കുന്നുണ്ട്. അതിനാൽ രേഖകൾ കൃത്യമായിരിക്കണം. മുഖ്യമായ നിർദ്ദേശങ്ങൾ: അപേക്ഷിക്കുന്നതിന് മുൻപ് ആധാർ പരിശോധിക്കുക, ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുക, ഭൂമി രേഖകൾ പരിശോധിക്കുക, മൊബൈൽ നമ്പർ സജീവമാണോ എന്ന് ഉറപ്പാക്കുക, KYC പൂർത്തിയാക്കുക. ഇവ ചെയ്താൽ അപേക്ഷ നിരസിക്കപ്പെടാനുള്ള സാധ്യത കുറയും. PM കിസാൻ പദ്ധതി രാജ്യത്തെ കർഷകർക്ക് വലിയ സഹായമാണ്. വർഷത്തിൽ 6000 രൂപ വലിയ തുകയല്ലെങ്കിലും വിത്ത് വാങ്ങാനും വളം വാങ്ങാനും പല ആവശ്യങ്ങൾക്കും ചെറുകിട കൃഷി ചെലവുകൾക്കും നിറവേറ്റാനും പല കുടുംബങ്ങൾക്ക് ഈ തുക സഹായകരമായിട്ടുണ്ട്. ഇനി നിങ്ങൾ PM കിസാനിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ KYC നിർബന്ധമായി പൂർത്തിയാക്കുക. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കർഷക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.